അപ്പോൾ ഇനി നമ്മൾ ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റായ CT കമ്പ്യൂട്ടർ ടോമോഗ്രഫിയാണ് നോക്കുന്നത്. അത് കമ്പ്യൂട്ടർ ടോമോഗ്രഫി CT എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ബ്രെയിൻ സ്കാനിങ് ആണ്. ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തോ ചെയ്യാതെയോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രെയിൻ സ്കാനിങ് ആണ് CT എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പർപ്പസ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻട്രാക്രേനിയൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഷൻസ്, സെറിബ്രൽ എഡിമ, ഇൻഫാക്ഷൻസ്, ഹൈഡ്രോസെഫാലസ്, സെറിബ്രൽ അട്രോഫി, പിന്നെ ബ്രെയിൻ സ്ട്രക്ചേഴ്സിൻ്റെ ഷിഫ്റ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് CT ചെയ്യുന്നത്. അതിൽ ഇൻട്രാക്രേനിയൽ ബ്ലീഡിങ് നമുക്കറിയാം. ഇനി ഇതിൽ പറയാം ഇൻഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്ക്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫാക്ഷൻ എന്നുള്ള വേർഡ് മീനിങ്, അതായത് ബ്ലഡ് സപ്ലൈ കാർഡിയാക് ആർട്ടറീസിലേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ലാതെ അവിടുത്തെ ടിഷ്യൂസ് അല്ലെങ്കിൽ അവിടുത്തെ സെൽസ് ഡെത്ത് ആകുക എന്നുള്ളൊരു മീനിങ് ആണ് ഇൻഫാക്ഷൻ കൊണ്ടുള്ളത്. അപ്പോൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കാർഡിയാക് ആർട്ടറീസിന് ബ്ലഡ് സപ്ലൈ ലോസ് ആകുന്നു. അതുപോലെ തന്നെ ബ്രെയിൻ ഇൻഫാക്ഷൻ ഉണ്ട്. ആ ബ്രെയിൻ ഇൻഫാക്ഷനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് ബ്രെയിൻ ആർട്ടറീസിന് ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ഇല്ലാതാകുന്ന അവസ്ഥയിൽ ബ്രെയിൻ സെൽസ് ഡെത്ത് ആകുന്ന അവസ്ഥ, അതാണ് ബ്രെയിൻ അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോക്കാണ് ബ്രെയിനിൻ്റെ കേസിൽ സംഭവിക്കുക. ഹാർട്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷനാണ് ഉണ്ടാകുന്നത്. പിന്നെ ഹൈഡ്രോസെഫാലസ് അറിയാം. പിന്നെ പറയുന്നത് ഷിഫ്റ്റ് ഓഫ് ബ്രെയിൻ സ്ട്രക്ചേഴ്സിൻ്റെ ഷിഫ്റ്റ് എപ്പോഴാണ് സംഭവിക്കുക? എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറീസ്, എന്തെങ്കിലും ട്രോമ, ബ്രെയിൻ ഇഞ്ചുറി അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ മിഡ് ലൈൻ ഷിഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോയെന്നും കൂടി അറിയാനാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി ചെയ്യുന്നത്. ഇനി പ്രീ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഏതൊരു പ്രൊസീജിയർ ആണെങ്കിലും വി ഹാവ് ടു ടേക്ക് ദ ഇൻഫോംഡ് കൺസെൻറ്റ് ഫോമിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഇൻഫോംഡ് കൺസെൻറ്റ് തന്നെ ആയിരിക്കണം. അല്ലാതെ ചുമ്മാ ഒരു പേപ്പർ കൊടുത്ത് സൈൻ ചെയ്യിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അനുഭവം ഉണ്ടാകുന്ന കാര്യമാണ്, സിസ്റ്റർ വന്നു ഇത് സൈൻ ചെയ്യിച്ചെടുത്തു പക്ഷെ ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ വി ഹാവ് ടു ടേക്ക് ഫോർ ദ ഇൻഫോംഡ് കൺസെൻറ്റ്. പിന്നെ നമ്മൾ അസസ് ചെയ്യേണ്ട കാര്യമാണ് അലർജീസ് ടു അയോഡിൻ, എന്തെങ്കിലും ഷെൽഫിഷ് അലർജി ഉണ്ടോ, കോൺട്രാസ്റ്റ് ഡൈ അലർജി ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ റീനൽ ഫങ്ഷൻ അസസ് ചെയ്യണം. ഈ റീനൽ ഫങ്ഷൻ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ CT വിത്ത് കോൺട്രാസ്റ്റ് ഉള്ള പേഷ്യൻസിനോട് ക്രിയാറ്റിനിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ക്രിയാറ്റിനിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് റീനൽ ഫങ്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റീനൽ ഫങ്ഷൻ ക്രിയാറ്റിനിൻ ടെസ്റ്റ് ചെയ്യണത്. പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ലൈ സ്റ്റിൽ ആൻഡ് ഫ്ലാറ്റ് ആയിരിക്കണം. പിന്നെ പറയുന്ന സമയത്ത് ബ്രെത്ത് ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യം. പിന്നെ IV ആക്സസ് ഉണ്ടായിരിക്കണം. എല്ലാ പ്രൊസീജിയറിലെയും പോലെ തന്നെ മെറ്റൽസൊക്കെ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലസ്ട്രോഫോബിയ. എന്താ ക്ലസ്ട്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ലസ്ട്രോഫോബിയ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ക്ലോസ്ഡ് സർഫസിൽ നിൽക്കുമ്പോഴുള്ള പേടിയാണ് ക്ലസ്ട്രോഫോബിയ. അപ്പോൾ അങ്ങനെ ക്ലസ്ട്രോഫോബിയയും CTയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലസ്ട്രോഫോബിയ വരുന്നൊരു പേഷ്യൻറ്റിന് ഭയങ്കര പാനിക്കായിരിക്കും. അപ്പോൾ ഹാർട്ടിൻ്റെ റേറ്റ്, റിതം ഇതൊക്കെ വേരിയേഷൻസ് വരും. അപ്പോൾ ക്ലസ്ട്രോഫോബിയ ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്യുക. പിന്നെ മെക്കാനിക്കൽ നോയ്സസ് ഒക്കെ കേൾക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ പറയേണ്ടത്, നമ്മൾ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു കേസ് ആയതുകൊണ്ട് ദർ മൈറ്റ് ബി ചാൻസ് ഫോർ ഹോട്ട് ഫ്ലഷ്ഡ് സെൻസേഷൻ ആൻഡ് മെറ്റാലിക് ടേസ്റ്റ് ഇൻ മൗത്ത്. ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമാണ് ഹോട്ട് ഫ്ലഷ് സെൻസേഷനും മെറ്റാലിക് ടേസ്റ്റും. അപ്പോൾ അത് കൂടെ പറഞ്ഞു കൊടുക്കുക. ഇനി അലർജി, ഇപ്പോൾ ഇഫ് എ പേഷ്യൻറ്റ് സേസ് അലർജി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ചില കേസസ് വി ആർ ഡൂയിങ് ദസ് ടെസ്റ്റ്. അങ്ങനെയുള്ള കേസാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളൊരു ആൻറ്റിഹിസ്റ്റമിൻ അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും പ്രൊസീജിയർ ചെയ്യാം. പിന്നെ പറയുന്നത് ഒരു അലേർട്ട് എന്ന് പറയുന്നൊരു കാര്യമാണ് വിത്ത് ഹോൾഡ് മെറ്റ്ഫോമിൻ. പേഷ്യൻ്റ് മെറ്റ്ഫോമിൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വിത്ത് ഹോൾഡ് ചെയ്യണം. അത് കഴിഞ്ഞത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് റീനൽ ഫങ്ഷൻ ക്ലിയർ ആയതിനു ശേഷം, അതായത് 48 hours ശേഷം മാത്രമാണ് മെറ്റ്ഫോമിൻ
റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ്ഫോമിൻ ഇൻഡ്യൂസ്ഡ് ലാക്റ്റിക് അസിഡോസിന് ചാൻസ് ഉണ്ട്. എന്താണ് മെറ്റ്ഫോമിൻ ഇൻഡ്യൂസ്ഡ് ലാക്റ്റിക് അസിഡോസിസ്? മെറ്റ്ഫോമിൻ എടുക്കുന്ന പേഷ്യൻസിന് അത് ഫ്ലഷ്ഡ് ഔട്ട് ആവുക എപ്പോഴും യൂറിനിൽ കൂടെയാണ് എക്സ്ക്രീറ്റ് ആവുന്നത്. അപ്പോൾ ഓൾറെഡി റീനൽ ഫങ്ഷൻ ഇമ്പയർമെൻ്റ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ മെറ്റ്ഫോമിനും എടുത്ത് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ദർ ഈസ് എ ചാൻസ് ടു ഗെറ്റ് ദസ് മെറ്റ്ഫോമിൻ ഇൻഡ്യൂസ്ഡ് ലാക്റ്റിക് അസിഡോസിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രീ പ്രൊസീജിയറും അലേർട്ടും ആയിട്ടുള്ളത്. ഇനി പോസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ആ ഒരു പേഷ്യൻറ്റിന് നമുക്ക് ഫസ്റ്റ് പോസ്റ്റ് പ്രൊസീജിയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് നിയർലി 6 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്തിരിക്കണം പേഷ്യൻറ്റ്. കാരണം ഡൈ പുറത്തേക്ക് പോകേണ്ടതാണ്. പിന്നെ അലർജിക് റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. ബ്ലീഡിങ്, നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്ത സൈറ്റിൽ ബ്ലീഡിങ്, ഹെമറ്റോമ, കളർ, വാംത്ത്, ഇത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഡിസ്റ്റൽ പൾസസും കൂടെ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി.